വെൽക്കം ബാക്ക് ടു തതമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ഈ ഒരു സമയം ചിന്തിക്കുന്നത്, അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളിൽ നിന്ന് അവരെന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ആൻഡ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ ഔട്ട്കം എന്തായിരിക്കും. അതുപോലെ നിങ്ങളുടെ മനസ്സിൽ എന്തൊരു ഇമ്പാക്റ്റാണ് അവർ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി, നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഇത് ഒരു ജെൻറൽനെസ് റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്, കൂടാതെ ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് ഇത് ലൈഫിൽ റെസനേറ്റഡ് ആവുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ. The Sun, Page of Wands, Seven of Cups, Ten of Pentacles, Knight of Swords and bottom energy, Five of Swords ആണ്. Let's see the clarifications. Current feelings of your person, current situation of your person. Eight of Swords, Nine of Wands, Knight of Wands, Hierophant, and we got the Devil card. Bottom energy, the Fool, and we'll take the message, direct message from person. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് തോന്നുന്ന മെസ്സേജസ് എന്തെല്ലാമാണ് എന്നോട് നമുക്ക് നോക്കാം. ഓക്കെ, വി ഗോട്ട് വൺ മെസ്സേജ്. വിൽ ടേക്ക് വൺ മോർ മെസ്സേജ്. ഓക്കെ, നമുക്കത് ലാസ്റ്റ് റിവീൽ ചെയ്യാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം പാഷനേറ്റ് ആയിട്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ഇവിടെ ഒരു സെപ്പറേഷൻ ഫേസ് കാണാൻ സാധിക്കുന്നുണ്ട്. കാര്യം ബോട്ടം എനർജിയിൽ 5 of Swords ആണ്. നിങ്ങൾ തമ്മിൽ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നോ കോണ്ടാക്റ്റ് ആയിരിക്കാം. ഈ ലെസ് കോണ്ടാക്റ്റ് ഉള്ളവരാണെങ്കിലും അതൊരു നോ കോണ്ടാക്റ്റിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവരുടെ ഒരു റൈറ്റസ്റ്റ് ഓഫ് ദി റൈറ്റ് പാർട്ട്ണറായിട്ട് അവർക്ക് മനസ്സിൽ വരിക നിങ്ങളുടെ എനർജിയാണ്, നിങ്ങളുടെ രൂപമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് ആണ്, നിങ്ങളെയാണ്. ഈവൻ ദോ അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് എന്ന് അവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ബട്ട് സ്റ്റിൽ ഒരു സ്റ്റെബിലിറ്റി ഉള്ള, അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് വേണമെന്ന് വിചാരിക്കുന്ന ഒരു എനർജി അത് നിങ്ങളോട് അവർക്ക് വലിയ രീതിയിലുണ്ട്. നിങ്ങളിലേക്ക് ഓടി വരാനുള്ള ആവേശമുണ്ട്. പക്ഷെ അത് യൂണിവേഴ്സായിട്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇടയിൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇവരുടെ മനസ്സിലെ ഒരു പാഷൻ എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവിലേക്ക് ഇവർ ഇതുവരെ കണക്റ്റ് ആയിട്ടില്ല. അതായത് ഈ ബാഹ്യമായ കാര്യങ്ങളിൽ പെട്ടു പോകുന്ന ഒരു എനർജിയിൽ തന്നെയാണ് അവർ ഇപ്പോഴും ഉള്ളത്. നമുക്ക് ഡെവിൾ എനർജിയാണ് വന്നിട്ടുള്ളത്. അതായത് കൂടുതൽ ഒരു ഫിസിക്കൽ അട്രാക്ഷനിലാണ് അവരിപ്പോഴും നിൽക്കുന്നത്. ഫിസിക്കൽ അട്രാക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എ റിലേഷൻഷിപ്പ്. പക്ഷെ അത് മാത്രമായിട്ട് ഒതുങ്ങുന്ന സമയത്ത് ആ ബാലൻസ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ മിസ്സാവുകയാണ്. ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് നിങ്ങളെ കാണുകയും ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടാവുകയും ചെയ്യുക. എന്നാൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ ഒരു കണക്ഷനിലോട്ടൊരു സ്റ്റെബിലിറ്റി ഉണ്ട്, ഒരു പാസ്റ്റ് ലൈഫിൽ ഒരു കണക്ഷൻ ഉണ്ട്, ഒരു സോൾമേറ്റ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരത് തിരിച്ചറിയാതെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ
പെട്ട് നിൽക്കുമ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് വരെ ഈ ഒരു ബന്ധത്തിന് ഇല്ലാത്ത ഒരു ബന്ധനം അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. ആക്ച്വലി അങ്ങനെ ഒരു ബന്ധനം നിങ്ങൾക്കിടയിൽ ഇല്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട് എന്നിരിക്കെ പോലും യൂണിവേഴ്സ് അത്രയും ഈസി ആയിട്ട് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് പോലും നിങ്ങളെ വ്യക്തികളായിട്ട് പോലും പരസ്പരം നിങ്ങൾക്ക് ഇടയിലൊരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എങ്കിൽ അവിടെ തിരിച്ചറിയുക, നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാനുണ്ട് എന്നുള്ളത്. നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് റീഡ് ചെയ്യാം നിങ്ങൾക്ക് എന്താണ് അവെയർ ആയിട്ടിരിക്കേണ്ടതെന്നുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ടായിരിക്കും മറ്റുള്ളവരോട്, അല്ലെങ്കിൽ ദേ ആർ ആക്ച്വലി സ്റ്റോക്കിംഗ് യു. 9 of Wands ആണ് വന്നിരിക്കുന്നത്. അവരെവിടെയാണോ ഉള്ളത് അവിടെ അല്ല അവരുടെ നോട്ടമുള്ളത്, അവരുടെ മനസ്സും ചിന്തയും ഉള്ളത്. അവർ നിങ്ങളിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഇപ്പം നമുക്ക് നൈറ്റ് ഓഫ് സ്വാർഡ്സും വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് വാൻഡ്സും വന്നിട്ടുണ്ട്. അതായത് ചിന്താപരമായിട്ടും അവർക്ക് ഒരു ആവേശപരമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുണ്ട്. ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടും അവർ റെഡിയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. പക്ഷെ നിങ്ങൾ അതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും, നിങ്ങൾ എങ്ങനെ അതിനെ പെർസീവ് ചെയ്യും എന്ന് അവർക്ക് കൺഫ്യൂസ്ഡ് ആണ് അവർ. അതുകൊണ്ട് തന്നെ അവരവരെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. 10 of Pentacles ആൻഡ് ഹെയറഫൻറ്റ് വരുന്നത് ഇറ്റ് ഈസ് എ സ്ട്രോങ് കോമ്പിനേഷൻ ഓഫ് എ ഹാപ്പി മാരീഡ് ഫാമിലി. അത്രയും ഒരു കോമ്പിനേഷൻ ഉണ്ട്. അത്രയും സ്പിരിച്വലി ഇവോൾവ് ചെയ്യേണ്ട ഒരു ബന്ധമാണ്. സബ് കോൺഷ്യസ് ലെവലിൽ ഇവരുടെ മനസ്സിലും ഉള്ളത് ഈ ഒരു തോട്ട് തന്നെയാണ്. പക്ഷേ അവരുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് വരുമ്പോൾ ഈ 5 of Swordsൻ്റെ എനർജി ലോവ്സിൻ്റെ ഒരു എനർജിയിൽ നിൽക്കുകയാണ്. കാരണം ഇവിടെ നമുക്ക് ഈ ഒരു 10 of Wandsൻ്റെ ഒരു എനർജി വിസിബിൾ ആണ്. അതായത് ഒരു ബേർഡൻ അവരുടെ ലൈഫിൽ എന്ത് എന്നറിയാത്ത ഒരു ബേർഡൻ അവർക്ക് ഉണ്ട് ചുമലിൽ. പക്ഷെ ആ ബേർഡൻ നിങ്ങളാണെന്നാണ് അവർ തെറ്റിദ്ധരിക്കുന്നത്. അതുകൊണ്ട് ഒഴിവാക്കാൻ എളുപ്പമായിട്ടുള്ളത് നിങ്ങളായതുകൊണ്ട് അവർ അവിടെ അതിനെ ആ ഒരു പ്രയോറിറ്റി കുറച്ച് വെച്ചിരിക്കുകയും കൂടെയാണ്. ആക്ച്വലി അവരൊരു ഹീലിംഗ് പ്രോസസ്സ് തന്നെയാണ് അണ്ടർഗോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ട്രോമാസ്, അവരുടെ ഉള്ളിൽ കിടക്കുന്ന നെഗറ്റിവിറ്റികളൊക്കെ പതുക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ സ്റ്റക്കാണ്. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ദേ ആർ ടു കൺഫ്യൂസ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്, സ്പെഷ്യലി ഇൻ എ ഡിസിഷൻ മേക്കിംഗ്. ആൻഡ് ഇവിടെ എംപറർ വന്നിട്ടുണ്ട്. ഈഗോ ലെവല് ഇപ്പോഴും അവരുടെ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഹീലിംഗ് പൂർത്തിയാവാത്തത്. അവർക്ക് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട് ടു ബിക്കം ദി ഡിവൈൻ മാസ്കുലൈൻ എനർജി. ആൻഡ് ഇപ്പോൾ അവരെ അട്രാക്ട് ചെയ്യുന്നത് ലോസ് തന്നെയാണ് ഡെഫിനറ്റ്ലി. ആൻഡ് ദേ നീഡ് എ ചേഞ്ച് ഓഫ് പെർസ്പെക്റ്റീവ്. ഒരു പുതിയ രീതിയിലൊരു ചിന്തയിൽ അവരെത്തിപ്പെടണം. പക്ഷെ അത് അത്ര ഈസി അല്ല. ഘനപ്പെട്ടിരിക്കുന്ന ചിന്തകൾ, കണ്ടീഷൻഡ് ആയിട്ടുള്ള ചിന്തകൾ, അതിൽ നിന്ന് പുറത്ത് വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. എങ്കിലും അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ്. ഡെഫിനറ്റ്ലി എൻഡായി പോയിട്ടുള്ള റിലേഷൻഷിപ്പിനൊരു ന്യൂ ബിഗിനിങ്. പേജ് കാർഡ്സും ഒരു ന്യൂ എനർജി, ഇത് ഫ്രഷ് എനർജി. എല്ലാം പാസ്റ്റിൽ നടന്നതെല്ലാം എറൈസ് ചെയ്ത് കളഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് അവർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വാവ്, നിങ്ങളിലേക്കൊരു ഓഫറായിട്ട് ഒരു പ്രപ്പോസലായിട്ട് പോലും വരണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അവരിപ്പോഴും നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടില്ല. കാരണം വരുന്ന സമയത്തും ഇത് തുളുമ്പിപ്പോവാണ് കണ്ടില്ലേ. അവർക്കതിനെ ഹോൾഡ് ചെയ്യാൻ, അതായത് നിങ്ങൾ എന്ന് പറയുന്ന ഒരു വേർത്തി ആയിട്ടുള്ള ഒരു എനർജിയെ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള മെച്യൂരിറ്റി ഇപ്പോഴും ഇല്ല എന്ന് യൂണിവേഴ്സിന് അറിയുന്നത് കൊണ്ട് തന്നെ ആ സെപ്പറേഷൻ അവിടെ യൂണിവേഴ്സ് കൊടുത്തിരിക്കുകയാണ്. വി ഗോട്ട് നൈറ്റ് ഓഫ് സ്വാർഡ്സ് 2 times. ആൻഡ് ഐ തിങ്ക് ഇത് വെരി സൂൺ നിങ്ങളിലേക്ക് ഇവരൊരു കമ്മ്യൂണിക്കേഷനായിട്ട് വരും. നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു എനർജിയിൽ അധിക സമയം അവർക്ക് നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കേണ്ട സമയമാണ്. ഇറ്റ്സ് ആക്ച്വലി ജസ്റ്റിസ് ദാറ്റ് ഫോർ യു, ജസ്റ്റിസ് ഫോർ യു. നിങ്ങൾക്ക് ഒരുപാട് ഹീലിംഗ് നടന്നിട്ടുണ്ടെന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ മനസ്സിലാവുന്നത്.
Ace of Swords and it's also a new beginning. But still we got 2 of Swords. Okay. പക്ഷെ അവർ ഡിസിഷൻ എടുക്കുന്നതിൽ ഇപ്പോഴും ഒരു പരാജയം തന്നെയാണ്. പക്ഷെ അവർക്ക് നിങ്ങളുടെ ഒരു പ്രസൻസ് ആവശ്യമാണ്, നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആവശ്യമാണ്, നിങ്ങളോടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്ക് ആവശ്യമാണ്. നിങ്ങളുടെ ആബ്സെൻസ് അവരുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന സഫക്കേഷൻ അത് വളരെ വലുതാണ്. ആ ഒരു ആബ്സെൻസ് അവർക്ക് ആക്ച്വലി അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും ഉപരിയായിട്ടൊരു പെയിൻ അവർക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എങ്ങനെ ഇത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് ഭയന്നിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഹൗസ് യുവർ റിയാക്ഷൻ എന്നുള്ളത് അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്. നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് സൈൻ കണ്ടാൽ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി തന്നെ ഇരിക്കുകയാണ്. പക്ഷേ യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ അത് വേണ്ട, നിങ്ങൾ വിചാരിക്കുന്ന ഒരു പ്രയോറിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ മാത്രം ഈ ഒരു റിലേഷൻ മതി എന്നുള്ളൊരു തോട്ടിലാണ് നിങ്ങളെ നിർത്തിയിരിക്കുന്നത് യൂണിവേഴ്സ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഒരു എനർജി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണെന്നുള്ളതും കൂടെ. യെസ്, നിങ്ങളുടെ ഒരു എനർജി ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ടെമ്പറൻസ്, നിങ്ങളൊരു ഇമോഷണൽ ബാലൻസിങ് നടത്താൻ വേണ്ടി ശ്രമിക്കുന്നൊരു സമയമാണ്. നൈറ്റ് ഓഫ് വാൻഡ്സ്, ഓക്കെ, ക്വീൻ ഓഫ് കപ്സ്, 6 of cups, 4 of cups, and bottom energy 4 of swords. And let's see the clarification. Even though ഇവരുടെ ആബ്സെൻസ് നിങ്ങളെ അധികം കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല, ഇപ്പോൾ നിങ്ങൾക്കറിയാം കാര്യങ്ങളൊക്കെ, നിങ്ങൾ ബാലൻസ്ഡ് ആണ് എനർജി വൈസ്, ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. ബട്ട് സ്റ്റിൽ ഇമോഷണലി എപ്പോഴൊക്കെയോ നിങ്ങൾ ഔട്ട് ഓഫ് മൈൻഡ് ആവുന്നുണ്ട്. ഇവരോട് നിങ്ങൾക്ക് ഒരു സോൾമേറ്റ് കണക്ഷൻ ഫീൽ ചെയ്യുകയാണ് ഇപ്പോൾ. ആൻഡ് ലവേഴ്സ് കാർഡ്, യെസ്, ആ പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ എനർജി നിങ്ങൾ എത്രത്തോളം മാറി നിൽക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയി നിന്നാലും ആത്മബന്ധം എന്ന് പറയുന്ന ഒരു കാര്യം അത് മുൻ ജന്മങ്ങളിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അത് ഹൃദയബന്ധങ്ങളെക്കാട്ടിലും വലുതാണ് എപ്പോഴും ആത്മബന്ധങ്ങൾ. ഹൃദയവും കടന്ന് ആത്മാവിലെത്തിയ ബന്ധം എന്ന് പറയുമ്പോൾ അത്രയും സ്ട്രോങ് മെമ്മറീസ് ഉണ്ട്, പല ജന്മങ്ങളിലെ മെമ്മറീസ് ഉണ്ട് സബ് കോൺഷ്യസിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു തരത്തിലും ഇവരോട് ഒരു ദേഷ്യം തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇവരിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വിട്ടുപോരാൻ സാധിക്കുന്നില്ല. ഓക്കെ, യു ആർ ആക്ച്വലി മാനിഫെസ്റ്റിംഗ് ദിസ് പേഴ്സൺ. നിങ്ങളുടെ ലൈഫിലൊരു മജീഷ്യൻ എനർജി നിങ്ങൾക്ക് ഈ ഒരു സമയമുണ്ട്. നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു സമയവും കൂടെയാണ്. അതായത് നിങ്ങളുടെ എനർജി ബാലൻസിങ് ഇപ്പം ഏകദേശം കറക്റ്റ് ട്രാക്കിൽ എത്തി നിൽക്കുന്നു എന്ന് തന്നെ പറയാം. സ്ട്രെങ്ത്, മനോബലം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉണ്ട്, വിച്ച് ഈസ് വെരി പോസിറ്റീവ് എനർജി. ക്വീൻ ഓഫ് കപ്സ് 2 തവണ നമുക്ക് വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ വർത്ത് നിങ്ങൾക്കറിയാം, പക്ഷെ ഇടയ്ക്കിടയ്ക്കിയ സമയത്ത് നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നു. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏർജിങ് ഉണ്ടാവുന്നുണ്ട്, ഇവരിലേക്ക് തിരികെ പോകണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നിങ്ങൾ തന്നെ നിങ്ങളെ കൺട്രോൾ ചെയ്യാണ്. നോ, കാരണം അത് ഒരു ഇന്നർ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്കൊരു വേണ്ട, ഇതിലേക്ക് ഇനി കൂടുതൽ പോകേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് എവിടം കൊണ്ടോ ഒരു സൈൻ നിങ്ങളുടെ ഉള്ളിൽ കിട്ടുന്നുണ്ട്. ആൻഡ് വി ഗോട്ട് നൈറ്റ് ഓഫ് സ്വേർഡ്സ്. ഇടയ്ക്കിടയ്ക്ക് എന്നാൽ ചിന്തകളാൽ നിങ്ങളും ഇവരിലേക്ക് ഓടിയെത്തുന്നുണ്ട്. പക്ഷേ ഇത് 101% യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബ്ലോക്കുകൾ കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ 2 പേർക്കും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാതിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് യൂണിവേഴ്സ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 പേർക്കും ഇപ്പോൾ ഇൻഡിവിജ്വലായി ചെയ്തു തീർക്കേണ്ട ദൗത്യങ്ങളുമുണ്ട്. ആൻഡ് ബോട്ടം എനർജി 10 of wands ആണ്. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ചില സമയത്തെങ്കിലും എന്തിനു വന്നു, ഇതൊരു ബേർഡൻ ആണ് എന്ന് തോന്നുന്ന ഒരു പൊസിഷനിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും നിങ്ങൾക്കും ഇവരുടെ അടുത്തേക്ക് ചെല്ലണം എന്നുള്ളൊരു തോട്ടും വരുന്നുണ്ട്. കാരണം നിങ്ങൾക്കിത് വേണ്ട, എന്നാൽ ഇതിൽ നിന്ന് പുറത്ത് കടക്കാനും പറ്റുന്നില്ല. ഒരു മിറർ റിഫ്ലക്ഷൻ പോലെ നിങ്ങളും ഈ പേഴ്സൻ്റെ എനർജി റിഫ്ലക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കാര്യം യു ആർ ഓൾസോ
തിങ്കിങ് അബൌട്ട് ദിസ് പേഴ്സൺ, യു ആർ ഓൾസോ സ്റ്റോക്കിംഗ് ദിസ് പേഴ്സൺ. ഇവരെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ആൻഡ് സെയിം കാർഡ് ഹെയർഫിൻ ആണ്. നിങ്ങളും ഒരു സ്പിരിച്വൽ ജേർണിയിൽ കുറേ ദൂരം മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു എനർജി ഉണ്ട് എന്നിവിടെ കാണിക്കുന്നു. ആൻഡ് ഡെവിൽ എനർജി, നിങ്ങളുടെ ഉള്ളിലുള്ള ഡെവിൽ എനർജിയെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്തിട്ടില്ല. ആൻഡ് വാട്ട് ഇസ് ദാറ്റ് ഡെവിൽ എനർജി? ഓക്കെ, നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു മടി, നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പോലും, ഇപ്പോൾ ഒരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗോളിലേക്ക് എത്തിപ്പിടിക്കാനുള്ള പ്രയത്നങ്ങൾക്ക് ഉള്ള മടി, താമസം, അതൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ നിന്നും പൂർണ്ണമായി മുക്തരാവുക. ആൻഡ് 9 of Cups. യെസ്, ഇത് ഈ ഒരു റിലേഷൻ ആക്ച്വലി നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഏറ്റവും ദി ബെസ്റ്റ് എന്ന് നിങ്ങൾക്കും തോന്നുന്ന ഒരു റിലേഷൻ തന്നെയാണ് ഇത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇത് തന്നെയാണ്. ഈ ഒരു സമയം ഒരു ആത്മപരിശോധന നിങ്ങൾക്ക് ആവശ്യമാണ്. എന്താണ് ഞാൻ എൻ്റെ ലൈഫിൽ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഞാൻ ഇൻപുട്ട് കൊടുക്കേണ്ട പല കാര്യങ്ങളും, ഞാൻ മാറേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. അതിലെന്താണ് ഞാൻ ഇനിയും പ്രവർത്തിക്കാനുള്ളത്, ഇനിയും ഞാൻ ചെയ്തു തീർക്കാത്തത് എന്താണ് എന്നൊരു സ്വയം ഒരു ചോദ്യം ചോദിക്കുക. 5 of Cups. ജസ്റ്റിസ്. യെസ്, നിങ്ങൾക്ക് ഇതുവരെ ഒരു പാറ്റേൺ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിരുന്ന റിലേഷൻഷിപ്പുകളുടെ ഒരു എൻഡ് ഇതോടുകൂടിയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരേണ്ട ഒരു സമയമാണ്. അപ്പോൾ ആ റിലേഷൻഷിപ്പിൻ്റെ നെഗറ്റീവ് പാറ്റേൺസ് എൻഡ് ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അറ്റ്ലീസ്റ്റ് ആ ഒരു പാറ്റേണെ പഠിക്കാനെങ്കിലും ശ്രമിക്കുക. അത് ഈ റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കാരണം നിങ്ങളും വളരെയധികം കണ്ടീഷൻഡായി നിന്ന സമയത്താണ് നിങ്ങൾക്ക് പല ബന്ധങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. എന്നാൽ ഈ ഒരു സമയമായപ്പോൾ ഒരുപാട് കണ്ടീഷനിങ്ങുകളിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ യു ആർ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ എനർജീസ്. അത് നിങ്ങളുടെ ഫാമിലിയോ ചുറ്റുപാടുകളോ നിങ്ങൾ കണ്ടു വളർന്നിട്ടുള്ള പല കാര്യങ്ങളും ആവാം. നിങ്ങൾ ഇനിയും മാറാനുണ്ട് എന്നുള്ള ഒരു എനർജി കൂടെ ഇവിടെ ഉണ്ട്. നിങ്ങൾ എന്നാണോ അങ്ങനെ പൂർണ്ണമായിട്ട് മാറാൻ തയ്യാറാവുന്നത്, മാറി തുടങ്ങുന്നത്, ആ ഒരു സമയത്താണ് യൂണിവേഴ്സ്, അതെത്ര വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും എത്ര ചെറിയ കാലയളവിലാണെങ്കിലും ഈ ഒരു ബ്ലോക്കേജ് യൂണിവേഴ്സായിട്ട് മാറ്റി തരുന്നത്. ആൻഡ് ഫ്യൂച്ചർ ഓഫ് ദി കണക്ഷനിൽ നമുക്ക് 4 of Wands ആണ്. ഇത് ചില വ്യക്തികൾക്കെങ്കിലും ഒരു മാരേജിലേക്ക് എത്താൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബന്ധമാണ്. അതായത് എന്തും നിങ്ങൾക്ക് ഒരു മാസ്ക് ഇല്ലാതെ തുറന്ന് പറയാൻ, നിങ്ങളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന നല്ലൊരു ഫ്രണ്ടായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന, പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ രണ്ടുപേർക്കും ഒറ്റയ്ക്കുള്ള ദൗത്യങ്ങളാണ്. രണ്ടുപേരും നിങ്ങളുടെ നെഗറ്റിവിറ്റീസ് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമാണ്. ആൻഡ് അത് ഐദർ ഇറ്റ് കുഡ് ബി ലൈക്ക് 1 year, ചില വ്യക്തികൾക്ക് ഇവിടെ 4 months, ചില വ്യക്തികൾക്ക് 1+ year എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കാർമിക് സിറ്റുവേഷൻസ് മാറുന്നതനുസരിച്ച് ചില വ്യക്തികൾക്ക് വിത്തിൻ 1 month തന്നെ നിങ്ങളുടെ കാർമിക് സിറ്റുവേഷൻ മാറുന്നുണ്ട്. എന്നാലും 1 yearലാണ് ഈ ഒരു ബന്ധത്തിന് നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു കൺക്ലൂഷനിൽ ഐദർ എ ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഐദർ എ കം ബാക്ക് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളൊരു എനർജിയാണ്. അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫീലിങ്സ് നിങ്ങളോട് കൂടുതലായിട്ട് എന്താണ്, അവരുടെ സബ് കോൺഷ്യസ് എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. Luminosity, creativity, the rainbow revival, rivalry, the distorted masculine, and the bottom energy, the sacred women. Okay, അവരുടെ ലൈഫിൽ അവർക്കൊരു സക്സസ് ഒക്കെ ഇപ്പം ചെറിയ രീതിയിൽ കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ് അവർ ഈ ഒരു സമയമുള്ളത്. ദേ ഷൈനിങ് ബ്രൈറ്റ്. അത് അവരിൽ ഒരുപാട് ക്രിയേറ്റീവ് എനർജി ഉണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എനർജിയുടെ ഒരു റിഫ്ലക്ഷൻ അവരിൽ വരുന്നതാണ്. നിങ്ങൾക്കും ഈ ഒരു സക്സസ് ഉണ്ടാകുന്നുണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നുണ്ട്. റെയിൻബോ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്, ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നിങ്ങളിലേക്ക്, കറേജ് ഉണ്ടാവുന്നുണ്ട്. ഒരു ഇൻറ്റഗ്രിറ്റി എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് അവർക്കൊരു
ബോധമുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ അവരെ വിശ്വസിക്കുക, അവരെ സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് അവരുള്ളത്. ബട്ട് സ്റ്റിൽ ഒരു ഡിസ്റ്റോർട്ടഡ് മാസ്കുലൈൻ എനർജിയിലുമാണ് അവർ നിൽക്കുന്നത്. നിങ്ങൾക്ക് ആണ് അവരുടെ ഈ ഡിസ്റ്റോർട്ടഡ് മാസ്കുലൈൻ എനർജിയുടെ നെഗറ്റിവിറ്റി എല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്. എന്നാൽ അവരുടെ കൂടെയുള്ള, അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു എനർജിയുമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഫൈനലി വിൽ സി നിങ്ങളോട് അവർക്ക് പറയാനുള്ള മെസ്സേജ് എന്താണ് എന്നുള്ളത്. ഡീപ്പ് ഇൻ യോർ ഹാർട്ട് യു ഓൾറെഡി നോ ദ ആൻസർ, ഡു വാട്ട് ഫീൽസ് റൈറ്റ് എന്നുള്ളതാണ്. യെസ്, നിങ്ങളുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന തോട്ട്സ് അത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരം തന്നെയാണ്. അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് നിങ്ങളോട് പറയുകയാണ്, അടുത്ത എന്ത് സ്റ്റെപ്പാണ് വെക്കേണ്ടതെന്നുള്ളത് പറഞ്ഞു തരികയാണ്. നിങ്ങൾക്കത് ട്രസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് പറയുന്നതെങ്കിൽ ഡൂ ദാറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ കോൺടാക്റ്റ് ചെയ്യാനുള്ള സമയമായി എന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിൽ ഡൂ ദാറ്റ്. മനസ്സ് എന്താണോ പറയുന്നത്, അതായത് സബ് കോൺഷ്യസ് മൈൻഡ് എന്താണോ പറയുന്നത്, മൈൻഡ് പ്ലേ അല്ല, ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. ഓക്കെ, a magnetic and seductive quality surrounds you at present. Enjoy it. ഈ ഒരു സമയം നിങ്ങളോട് നിങ്ങളുടെ വ്യക്തിക്ക് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ ഓറയിൽ ഒരു ബ്രൈറ്റ്നെസ് കാണുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരിക്കാം അബൌട്ട് യുവർ ലുക്സ്. കുറച്ച് റീസെൻ്റ്ലി ഒക്കെ ആയിട്ട് കുറച്ചുകൂടെ നിങ്ങൾക്ക് സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ടെന്നൊക്കെ നിങ്ങളോട് ആരെങ്കിലും കോംപ്ലിമെൻറ്റ്സ് തന്നിട്ടുണ്ടാകാം. നിങ്ങൾക്ക് സ്വയം ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ ഉള്ളിൽ നിറയുന്ന ആ ക്രിയേറ്റിവിറ്റിയുടെ എഫക്റ്റായിട്ട് വരുന്ന ഒരു എക്സ്റ്റേണൽ റിഫ്ലക്ഷൻ ഉണ്ട്. വെരി പാഷനേറ്റ് അട്രാക്ഷൻ, മാഗ്നറ്റിക് ആൻഡ് സിഡക്റ്റീവ് അട്രാക്ഷൻ. അത് നിങ്ങളിലേക്ക് ഒരുപാട് പേരെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡിസ്റ്റോർട്ടഡ് മാസ്കുലൈനും അതിലേക്ക് അട്രാക്റ്റഡ് ആവുന്നുണ്ട്. അത് ഇറസ്പെക്റ്റ് ഓഫ് ജെൻഡർ ആണ് ഞാൻ പറയുന്നത്. ഈ ഡിസ്റ്റോർട്ടഡ് മാസ്കുലൈൻ എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ബോഡിയിലോ ഒരു മെയിൽ ബോഡിയിലോ ആവാം. അത് നിങ്ങളുടെ ജെൻഡർ എന്താണെന്ന് അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു അട്രാക്ഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ ഉണ്ട്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. യു ഫീൽ സോ ഹാപ്പി റൈറ്റ് നൗ. അത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും നിങ്ങളെക്കുറിച്ച് അട്രാക്റ്റീവായിട്ട് അവർ മനസ്സിൽ വിചാരിക്കുന്നതും ഒക്കെയാണ്. ആൻഡ് ദിസ് ഇസ് ഇറ്റ്. നിങ്ങൾക്കിതാണ് ഇന്നത്തേക്കുള്ളൊരു റീഡിങ്. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. റെസനേറ്റഡ് ആയിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. റിലേഷൻഷിപ്പ് ഹീലിംഗ്, സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ്, ഇമോഷണൽ ട്രോമ ഹീലിംഗ്, അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള മെഡിറ്റേഷൻ ഗൈഡൻസസ് ഒക്കെ ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ടാരറ്റ് റീഡിംഗ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഉണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓൺലൈനായിട്ടുള്ള കോഴ്സസ് ആണ്. ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ all of y'all take care. Bye.